I am Dracula, and I bid you welcome to my house, Mr. Harker. ലോകപ്രശസ്തമായ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന പുസ്തകത്തിൽ കൗണ്ട് ഡ്രാക്കുള ആദ്യമായി കഥയിലെ നായകനായ ജോനാഥൻ ഹാർക്കറിനെ നേരിട്ട് കാണുമ്പോൾ പറയുന്ന ഡയലോഗാണ്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് നമ്മളും കേട്ട് കാണും. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബ്രഹ്മയുഗം ടീസറിലൂടെ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ടീസർ കണ്ട ശേഷം ഞാനടക്കം ചിലർക്കെങ്കിലും മനസ്സിൽ ഓടിയിട്ടുണ്ടാവുക ഡ്രാക്കുളയായിരിക്കും. അതായത് വലിയൊരു കോട്ടയുടെ കാവൽക്കാരനായ ഉടമയായ ഡ്രാക്കുള പ്രഭുവിൻ്റെ വീട്ടിലേക്ക് കോട്ടയിലേക്ക് എത്തപ്പെടുന്ന ഒരു നായക കഥാപാത്രം. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ പെടുന്ന കഷ്ടപ്പാടുകൾ, അവിടുത്തെ ഡ്രാക്കുള പ്രഭുവിൻ്റെ കീഴിലുള്ള രക്തരക്ഷസുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും അവിടെ നിന്നും താൻ കാരണം രക്ഷപ്പെട്ടു പോയ ഡ്രാക്കുളയിൽ നിന്നും കൂടുതൽ നാശനഷ്ടമില്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ശ്രമിക്കുന്ന ജോനാഥൻ ഹാർക്കർ എന്ന കഥാപാത്രത്തെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി വായിച്ചവർ ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. ഒരിക്കലും ആരും തന്നെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൾട്ട് ക്ലാസിക് നോവൽ തന്നെയാണ് ഡ്രാക്കുള. പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ പല ഭാഷകളിലായി ഡ്രാക്കുള അവതരിച്ചിട്ടുണ്ട്, പുസ്തകത്തിലായിട്ടും സിനിമയിലായിട്ടും. അത്തരത്തിലൊരു വൈബ് ബ്രഹ്മയുഗം കണ്ടപ്പോൾ എനിക്കും തോന്നി. ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിൽ അർജുൻ അശോകൻ്റെ കഥാപാത്രം ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു മനയിലേക്ക് എത്തുന്നതായിട്ടാണ് ചിത്രത്തിൻ്റെ ടീസർ പുറത്തുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അയാൾ നേടുന്ന ചില ഒരുപക്ഷെ സൂപ്പർസ്റ്റീഷ്യസ് ആയ സൂപ്പർ നാച്ചുറലായ എലിമെൻറ്റ്സ് ആയിരിക്കാം ചിത്രത്തിൻ്റെ കഥാതന്തു. കഥ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയൊരു വൈബാണ്. അതാണ് ഞാനിവിടെ പങ്കുവച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൻ്റെ മാനറിസം ഒക്കെ വളരെ ചെറിയ രീതിയിലാണെങ്കിലും നേരത്തെ തന്നെ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ്. നാളിതുവരെ കാണാത്ത ഒരു അപ്പിയറൻസിലാണ്, ഒരു ഈവിൾനെസ്സിലാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിക്കുന്നത് എന്ന പല രീതിയിലുള്ള വദന്തികൾ നേരത്തെ തന്നെയുണ്ട്. ഭൂതകാലം പോലെയുള്ള വളരെ മികച്ചൊരു ഹൊറർ ചിത്രം സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ്റെ ഈ പുതിയ ചിത്രവും സമാനമായ ഒരു ഹൊറർ മൂഡിൽ തന്നെയായിരിക്കുമെന്നാണ് ടീസറും പോസ്റ്റേഴ്സും നൽകുന്ന ഒരു ഐഡിയ. ഈവൻ ചിത്രം ഒരുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് മോണോക്രോമിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകൾ പരന്നിട്ടുണ്ടെങ്കിലും പോസ്റ്റേഴ്സിലൂടെയും ടീസറിലൂടെയും ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ചിത്രം നമുക്ക് തരാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ആയിരിക്കും എന്നുള്ളത്. അത്തരത്തിലൊരു മോണോക്രോം സ്റ്റോറിയിൽ വരുമ്പോൾ ഒരുപക്ഷെ ഹൊറർ തരുന്ന ഒരു ഇമ്പാക്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഒരു ശ്വാസം മുട്ടൽ, ഒരു ഹൊറർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു പ്രേതം വന്ന് ജംസ്കെയർ വരണം എന്നില്ല. അതിലത്തെ മുഖ്യ കഥാപാത്രം പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാട് കാണിക്കുന്ന ഒരു ശ്വാസം മുട്ട് വന്നാൽ പോലും നല്ല രീതിയിൽ ഒരു ഹൊറർ കാണുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡ്രാക്കുളയിലേക്ക് എത്താൻ കാരണം ഡ്രാക്കുള കഥയിൽ പോലും ഒരു ഘട്ടത്തിൽ ഹാർക്കർ ഡ്രാക്കുള കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ പെടാപ്പാട് പെടുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു വൈബ്, ആ ഒരു രീതിയിലുള്ളൊരു ഫീലിംഗ് ഇതിൻ്റെ ടീസർ നമുക്ക് തരുന്നുണ്ട് അർജുനൻ്റെ കഥാപാത്രത്തിലൂടെ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇത്തരം സബ്ജക്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. അതായത് മാന്ത്രികത, പ്രേതയക്ഷികൾ, കടമറ്റത്ത് കത്തനാരുടെ ഇൻഫ്ലുവൻസ്, അങ്ങനെ രീതിയിലുള്ള ഒരുപാട് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. 70കളിലും 80കളിലുള്ള ചിത്രങ്ങൾ, അത്തരത്തിൽ ചില കൾട്ട് ക്ലാസിക് സിനിമകൾ പോലുമുണ്ട്. അത്തരത്തിൽ ചില സിനിമകളാണ് 78ൽ പുറത്തിറങ്ങിയ വയനാടൻ തമ്പാൻ. കമലഹാസൻ നായകനായ ഈ ചിത്രം ദുർമന്ത്രവാദത്തെയും ആഭിചാരത്തെയും പറ്റി പറയുന്ന ഒരു ഇന്നത്തെ കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മികച്ചൊരു ഹൊറർ സിനിമയാക്കാൻ സാധ്യതയുള്ള ഒരു ഹൊറർ സിനിമയായിട്ട് റീമേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. അതേപോലെ തന്നെയാണ് 1980ൽ ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത ഷീല മുഖ്യ കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ കല്ലിക. അതും പറയുന്നത് ഈ ആഭിചാരം ദുർമന്ത്രവാദം ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. ശേഷം 84ൽ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ മുഖ്യ കഥാപാത്രമായിട്ട് വന്ന ശ്രീകൃഷ്ണ പരുന്ത്, അതിലും സമാനമായ സബ്ജക്റ്റാണ്. പിന്നീട് 1990ൽ മമ്മൂട്ടി തന്നെ നായകനായ അഥർവം എന്ന ചിത്രം, അതിലും പറഞ്ഞിരിക്കുന്നത് ആഭിചാരക്രിയകളുടെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ടും ഒരു ബ്ലാക്ക് മാജിക് നൽകുന്ന, കാണുന്നവർക്കൊരു ക്രീപ്പിനെസ് നൽകുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. അത്തരത്തിലുള്ള സബ്ജക്റ്റ് ഇടക്കാലത്ത് നിന്നുപോയി. പിന്നീട് അത്തരത്തിലൊരു ഹൊറർ സബ്ജക്റ്റുകൾ, പ്രേത സിനിമകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്, ഒരു ഇല്യൂഷൻ, ഒരു ഒരു ആസ്ട്രൽ ആക്ടിവിറ്റി രീതിയിൽ, ഒരു പാരാനോർമൽ ആക്ടിവിറ്റി വേറൊരു ഡയമെൻഷനിൽ നമുക്ക് തരിക, ഒരു ഇറീനെസ് തരിക എന്നൊക്കെ പറയില്ലേ, കാണുന്നവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. അത്തരത്തിലൊരു സിനിമ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം 2005ലാണ് സുനിൽ പരമേശ്വരൻ്റെ പ്രസിദ്ധമായ മലയാളം നോവലായ അനന്തഭദ്രത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരം. നോവൽ വായിച്ചിഷ്ടപ്പെട്ട ഒരുവിധ ആർക്കും തന്നെ ചിത്രത്തോട് യോജിക്കാൻ സാധിക്കില്ല. കാരണം നോവലിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് ചിത്രത്തിലേക്ക് വരുമ്പോൾ. എന്നിരുന്നാൽ കൂടി ഒരു സ്റ്റാൻഡലോൺ, നമ്മൾ പുസ്തകമായി താരതമ്യപ്പെടുത്താതെ ഒരു സ്റ്റാൻഡലോൺ സിനിമയായിട്ട് കണക്കെടുത്തു കഴിഞ്ഞാൽ, ഒരു ഫ്രഷ് സബ്ജക്റ്റായിട്ട് കണക്കിലെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സിനിമയായിരുന്നു അനന്തഭദ്രവും.
അപ്പോൾ ബ്രഹ്മയുഗം തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ഇടക്കാലത്ത് നമ്മൾ മറന്നുപോയ വൈവിധ്യമായ ജോണറുകൾ, ഈ ഹൊറർ അല്ലെങ്കിൽ ഒരു ഐതിഹ്യത്തെ ബേസ് ചെയ്തുള്ള ഒരു മിത്തിനെ ബേസ് ചെയ്തുള്ള ഹൊറർ ജോണറുകൾ ഇവിടെ അന്യം നിന്ന സമയത്ത് ഇത്തരം സബ്ജക്റ്റുകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ഇത്തരം ഹൊറർ സബ്ജക്റ്റുകളിൽ പരീക്ഷണങ്ങൾക്ക് ഇനിയും സാധ്യതയും അതിന് ആരാധകരുമുണ്ട് എന്നൊരു സൂചനയാണ് ബ്രഹ്മയുഗത്തിലൂടെ നമുക്ക് തരുന്നത്. കാത്തിരിക്കാം രാഹുൽ സദാശിവനും കൂട്ടരും ഏത് തരത്തിലാണ് നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടിയെ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മൾക്കൊരു ആസ്വാദന തലം തരാൻ പോകുന്നത് എന്നുള്ളത്. താങ്ക്